ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ഗുഹസംഗമം. രാമാഗമന മഹോത്സവമെത്രയും ആമോദമുൾക്കൊണ്ടു കേട്ടു ഗുഹൻ തഥാ. സ്വാമിയായിഷ്ടവയസ്യനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടു വന്ദിപ്പാൻ പക്വമനസ്സോടു ഭക്തിയൈവ സത്വരം പക്വഫലമധു പുഷ്പാദികളെല്ലാം കൈക്കൊണ്ടു ചെന്നു രാമാഗ്രേ വിനിക്ഷിപ്യ ഭക്തിയൈവ ദണ്ഡനമസ്കാരവും ചെയ്തു. പെട്ടെന്നെടുത്തെഴുന്നേൽപ്പിച്ചു വക്ഷസി തുഷ്ട്യാ ദൃഢമണച്ചാശ്ലേഷവും ചെയ്തു. മന്ദഹാസം പൂണ്ടു മാധുര്യപൂർവകം മന്ദേതരം കുശലപ്രശ്നവും ചെയ്തു. കഞ്ചവിലോചനൻ തൻ തിരുമേനി കണ്ടഞ്ജലി പൂണ്ടു ഗുഹനു മുര ചെയ്തു. ധന്യനായേനടിയരിന്നു കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം. നൈഷാദമായുള്ള രാജ്യമിതുമൊരു ദൂഷണഹീനമധേനമല്ലോ തവ. കിങ്കരനാമടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചു കൊള്ളുക. സന്തോഷമുൾക്കൊണ്ടിനി നിൻ തിരുവടി സന്തതമത്ര വസിച്ചരുളീടണം. അന്തഃപുരം മമ ശുദ്ധമാക്കിയിടണമന്തർമുദാ പാദപത്മരേണുക്കളാൽ. മൂലഫലങ്ങൾ പരിഗ്രഹിക്കേണമേ കാലേ കനിവിനോടനുഗ്രഹിക്കണമേ. ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോടു മുഗ്ധഹാസം പൂണ്ടരുൾ ചെയ്തു രാഘവൻ. കേൾക്ക നീ വാക്യം മദീയം മമ സഖേ, സൗഖ്യമിതിൽ പരമില്ലെനിക്കേതുമേ. സംവത്സരം 14 കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ. അന്യദത്തം ഭുജിക്കുന്നതുമില്ലെന്നു മന്യേ വനവാസകാലം കഴിവോളം. രാജ്യം മമൈതത് ഭവാൻ മത്സഖിയല്ലോ, പൂജ്യനാം നീ പരിപാലിക്ക സന്തതം. കുണ്ഠഭാവം ചെറുതുണ്ടാകയും വേണ്ട, കൊണ്ടുവരിക വടക്ഷീരമാശു നീ. തൽക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോടും കലർന്നു രഘൂത്തമൻ. ശുദ്ധവടക്ഷീരഭൂമികളെ കൊണ്ടു ബദ്ധമായോരു ജടാമകുടത്തോടും
സോദരൻ തന്നാൽ കുശദളാദ്യങ്ങളാൽ സാദരമാസ്തൃതമായ തൽപസ്ഥലേ പാനീയമാത്രമശിച്ചു വൈദേഹിയും താനുമായി പള്ളിക്കുറുപ്പുകൊണ്ടിടിനാൻ. പ്രാസാദമൂർധനി പര്യങ്കേ യഥാപുരാ വാസവും ചെയ്തുറങ്ങിടുന്നതുപോലെ ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു ഗുഹനോടുകൂടവേ. ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മീ ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലേ കിടക്കുന്നതു കണ്ടതി ദുഃഖം കലർന്നു ബാഷ്പാകുലനായി ഗുഹൻ. ലക്ഷ്മണനോടു പറഞ്ഞു തുടങ്ങിനാൻ, പുഷ്കരനേത്രനെ കണ്ടീലയോ സഖേ, പർങ്ങതൽപേ ഭുവിദാരുമൂലേ കിടന്നോ ജനേത്രനുറങ്ങുമാറായിരു. സ്വർണതൽപേ ഭവനോത്തമേ സൽപുരേ പുണ്യപുരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറുപ്പുകൊള്ളും മുന്നമിന്നിഹ പല്ലവ പര്യങ്ക സേമീവനാന്തരേ. ശ്രീരാമദേവനു ദുഃഖമുണ്ടാകുവാൻ കാരണഭൂതയായി വന്നിതു കൈകേയി. മന്ധരാചിത്തമാസ്ഥായ കൈകേയി താൻ ഹന്ത മഹാപാപമാചരിച്ചാളല്ലോ. ശ്രുത്വാ ഗുഹോക്തികളിത്തമാഹന്ത സൗമിത്രിയും സത്വരമുത്തരം ചൊല്ലിനാൻ. ഭദ്രമതേ ശൃണു മദ്വചനം രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം. കസ്യ ദുഃഖസ്യ കോ ഹേതു ജഗത്രയേ, കസ്യ സുഖസ്യ വാ കോപി ഹേതു സഖേ. പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖ കാരണം. ദുഃഖസുഖങ്ങൾ ദാനം ചെയ്വതിനാരും ഉൾക്കാമ്പിലൂർത്തു കണ്ടാലില്ല നിർണയം. ഏകൻ മമ സുഖദാതാ ജഗതി മറ്റേകൻ മമ ദുഃഖദാതാ വിധിവൃഥാ. തോന്നുന്നത് അജ്ഞാന ബുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കതേതുമേ. ഞാനിതിനിന്നു കർത്താവെന്നു തോന്നുന്നു മാനസതാരിൽ വൃഥാഭിമാനേന കേൾ. ലോകം നിജകർമ്മസൂത്രബദ്ധം സഖേ, ഭോഗങ്ങളും നിജകർമാനുസാരികൾ. മിത്രാരുദാസീന ബാന്ധവദ്വേഷ്യ മധ്യസ്ഥ സുഹൃജന ഭേദബുദ്ധിഭ്രമം. ചിത്രമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ യത്ര വിഭാവ്യത്തെ തത്ര യഥാ തഥാ. ദുഃഖം സുഖം നിജകർമ്മവശഗതമൊക്കെ എങ്ങുൾക്കാമുകൊണ്ടു നിനച്ചതേ യദ്യദാഗതം
തത്ര കാലാന്തരേ തത്തത് ഭുജിച്ചതിസ്വസ്ഥനായി വാഴണം. ഭോഗത്തിനായി കൊണ്ടു കാമിക്കയും വേണ്ട, ഭോഗം വിധികൃതം വർജിക്കയും വേണ്ട. വ്യർത്ഥമോർത്തോളം വിഷാദാതിഹർഷങ്ങൾ ചിത്തേ ശുഭാശുഭകർമ്മഫലോദയേ. മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ടു നിത്യമുൽപ്പന്നം വിധിവിഹിതം സഖേ. സൗഖ്യദുഃഖങ്ങൾ സഹജമേവർക്കുമേ, നീക്കാവതല്ല സുരാസുരന്മാരാലും. ലോകേ സുഖാനന്തരം ദുഃഖമായി വരും, ആകുലമില്ല ദുഃഖാനന്തരം സുഖം. നൂനം ദിനരാത്രി പോലെ ഗതാഗതം, മനസ്സേ ചിന്തിക്കിലത്രയുമല്ലടോ. ദുഃഖമധ്യേ സുഖമായും വരും, പിന്നെ ദുഃഖം സുഖമധ്യസംസ്ഥമായും വരും. രണ്ടും അന്യോന്യ സംയുക്തമായേവനുമുണ്ട്, ജലപങ്കമെന്ന പോലെ സഖേ. ആകയാൽ ധൈര്യേണ വിദ്വജ്ജനം ഹൃദി ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു. ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാത്തതു തന്നെ വരുമ്പോഴും തുഷ്ടാത്മനാമരുവുന്നു ബുധജനം. ദൃഷ്ടമെല്ലാം മഹാമായേതി ഭാവനാൽ. യുദ്ധം ഗുഹനും സുമിത്രാത്മജനുമായി വൃത്താന്തഭേദം പറഞ്ഞു നിൽക്കുന്നേരം മിത്രനുദിച്ചിരു സത്വരം രാഘവൻ. നിത്യകർമ്മങ്ങളും ചെയ്തരുളി ചെയ്തു. തോണി വരുത്തുകെന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാശു വടങ്ങിനാൻ. സ്വാമിൻ നിയന്ത്രോണിക സമാരുഹ്യത സൗമിത്രിണാ ജനകാത്മജയാ സമം. തോണി തുഴയുന്നതുമടിയൻ തന്നെ, മാനവവീര മമ പ്രാണവല്ലഭ. ശൃംഗിവേരാധിപൻ വാക്കു കേട്ടന്നേരം മംഗളദേവതയാകിയ സീതയെ കയ്യും പിടിച്ചു കരേറ്റി, ഗുഹനുടെ കയ്യും പിടിച്ചു താനും കരേറിയിടിനാൻ. ആയുധമെല്ലാം എടുത്തു സൗമിത്രിയും ആയതമായൊരു തോണി കരേറിനാൻ. ജ്ഞാതിവർഗത്തോടുകൂടെ ഗുഹൻ പരമാദരവോടു വഹിച്ചിതു തോണിയും. മംഗലാഭാംഗിയാൻ ജാനകി ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൾ. ഗംഗേ ഭഗവതി ദേവി നമോസ്തുതേ. സംഗേന ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമവതി നമസ്തേ നമോ നമ. മന്ദാകിനി ദേവി ഗംഗേ നമോസ്തുതേ. ഞങ്ങൾ വനവാസവും കഴിഞ്ഞാദരാലിങ്ങു വന്നാൽ
ബലി പൂജകൾ നൽകുവൻ. രക്ഷിച്ചു കൊള്ളുക നീ ആപത്തു കൂടാതെ. ദക്ഷാരി വല്ലഭേ ഗംഗേ നമോസ്തുതേ. ഇത്തരം പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കവേ സത്വരം പാരകൂലം ഗമിച്ചിടിനാർ. തോണിയിൽ നിന്നു താഴത്തിറങ്ങി ഗുഹൻ താണു തൊഴുതപേക്ഷിച്ചാൻ മനോഗതം. കൂടെ വിടകൊള്ളുവതിനടിയനും ഒരാടൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം. പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലാകിലേണാംഗബിംബാനന ജഗദീപതേ. നൈഷാദവാക്യങ്ങൾ കേട്ടു മനസി സന്തോഷേണ രാഘവനേവമരുൾ ചെയ്തു. സത്യം 14 സംവത്സരം വിപിനത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ. ചിത്തവിഷാദമൊഴിഞ്ഞു വാണിയിടു നീ സത്യവിരോധം വരാ രാമഭാഷിതം. ഇത്തരമോരോ വിധമരുളി ചെയ്തു ചിത്തമോദേന ഗാഠാശ്ലേഷവും ചെയ്തു. ഭക്തനെ പോകെന്നയച്ചു രഘുത്തമൻ. ഭക്ത്യാ നമസ്കരിച്ചഞ്ജലിയും ചെയ്തു. മന്ദമന്ദം തോണിമേലെ ഗുഹൻ വീണ്ടു മന്ദിരം പുക്കു ചിന്തിച്ചു മരുവിനാ. ഗുഹസംഗമം. രാമ ആഗമന മഹോത്സവം. ശ്രീരാമചന്ദ്രൻ വരിക എന്നത് ഗുഹനെ സംബന്ധിച്ച് ഒരു ഉത്സവം പോലെയാണ്. അങ്ങനെയുള്ള ആ ഒരു ഉത്സവം എത്രയും ആമോദമുൾക്കൊണ്ടു കേട്ടു. തൻ്റെ അനുചരന്മാരിൽ നിന്ന് ശ്രീരാമചന്ദ്രൻ തൻ്റെ രാജ്യത്ത് അതിൻ്റെ അതിർത്തിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞ് ഗുഹൻ തഥാ സ്വാമിയായി ഇഷ്ടവയസ്യനായുള്ളൊരു തൻ്റെ സ്വാമി, താൻ അത്രയും ആരാധിക്കുന്ന ആ സ്വാമി ഒപ്പം തന്നെ ഇഷ്ടവയസ്യനാണ്. ഇവർ ഒരേ സമപ്രായക്കാരാണ്, സുഹൃത്തുക്കളാണ്, മുൻപ് കണ്ട് പരിചയമൊക്കെ ഉണ്ട്. അതാണ് ആത്മസമാനനെ പോലെ ആത്മസമാനനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടു വന്ദിക്കാനായിട്ട് പക്വമനസ്സോട്, നല്ല പാകം വന്ന മനസ്സാണ്. നിഷാദ രാജാവാണ് ഗുഹൻ. ആ പാകം വന്ന മനസ്സ്, അതായത് ഭക്തി കൊണ്ട് പാകം വന്ന ആ മനസ്സോടുകൂടി ഭക്ത്യൈവ സത്വരം പക്വ ഫല മധു പുഷ്പാദികളെല്ലാം കാട്ടിൽ നിന്ന് കിട്ടുന്ന തൻ്റെ സ്വാമിയെ കാണാൻ പോകുമ്പോൾ ആ ഒരു താലം എടുത്തുകൊണ്ടു പോവുക, അതൊരു ആചാരമാണ്. അങ്ങനെ പക്വമായ ഫലം, പഴുത്ത പഴങ്ങളും മധു, തേൻ, പുഷ്പം ഇവയൊക്കെ കൈക്കൊണ്ട് ചെന്ന് രാമാഗ്രേ വിനിക്ഷിപ്യ, ആ രാമന്റെ കാൽക്കൽ വെച്ചിട്ട് ഭക്ത്യൈവ ദണ്ഡ നമസ്കാരവും ചെയ്തു. ഭൂമിയിൽ വീണ് നമസ്കരിച്ചു. പെട്ടെന്നെടുത്തെഴുന്നേൽപ്പിച്ച് വക്ഷസി, അങ്ങനെ എഴുന്നേൽപ്പിച്ചിട്ട് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ശ്രീരാമചന്ദ്രൻ. തുഷ്ടിയാ ദൃഢമണച്ചാശ്ലേഷവും ചെയ്തു. മന്ദഹാസം പൂണ്ട് മാധുര്യപൂർവകം മന്ദേതരം, വളരെ സന്തോഷത്തോടെ കുറെ നാളായിട്ട് കാണാത്ത ഒരു സുഹൃത്തിനോട് അങ്ങനെ വളരെ പെട്ടെന്ന്, അതായത് കണ്ട ആ ഒരു പരിഭ്രമവും സന്തോഷവും അങ്ങനെ കുശലപ്രശ്നമൊക്കെ ചെയ്ത് കഞ്ചവിലോചനൻ തൻ തിരുമേനി കണ്ട്, ആ താമരക്കണ്ണനായിട്ടുള്ള ശ്രീരാമചന്ദ്രന്റെ ആ തിരുമേനി കണ്ട് അഞ്ജലി പൂണ്ട് കൈകൂപ്പി ഗുഹനും ഉര ചെയ്തു. ഗുഹൻ ഇപ്രകാരം പറഞ്ഞു: ധന്യനായേനടിയനിന്ന്, ഞാൻ ധന്യനായിരിക്കുന്നു. കേവലം
നിർണയം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നൈഷാദ ജന്മമാണ്, നിഷാദ ജന്മമാണ് എന്റേത്. പക്ഷേ അങ്ങയെ കണ്ടപ്പോൾ എൻ്റെ ജീവിതം ധന്യമായിരിക്കുന്നു, എൻ്റെ ഈ നിഷാദ ജന്മം പാവനമായിരിക്കുന്നു. നൈഷാദമായുള്ള രാജ്യം ഇതും, ഈ രാജ്യം ഒരു ചെറു രാജ്യമാണ് ഈ നൈഷാദ രാജ്യം, ഇതും ഒരു ദൂഷണഹീനം. അങ്ങയുടെ ആ ഒരു സാന്നിധ്യത്താൽ എല്ലാ ദൂഷണവും ഇല്ലാതെയായി പവിത്രമായിരിക്കുന്നു. അങ്ങനെ പവിത്രമായ ഈ രാജ്യം തവ അധീനമല്ലോ. അങ്ങയ്ക്ക് ഈ രാജ്യം ഞാനിതാ കാൽക്കൽ സമർപ്പിക്കുന്നു. തവ കിങ്കരനാം അടിയനെയും, അങ്ങയുടെ കിങ്കരനായിട്ടുള്ള ഒരു ദാസനായിട്ടുള്ള എന്നെയും രാജ്യവും ഞങ്ങളുടെ ഈ നിഷാദ രാജ്യത്തെയും സങ്കടം കൂടാതെ രക്ഷിച്ചുകൊള്ളുക. അങ്ങ് ഇനി ഇവിടുത്തെ രാജാവായിട്ട് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളൂ. അയോധ്യയിലെ രാജാവാകാൻ മാത്രമല്ലേ സാധിക്കാതെയുള്ളൂ, ഇനി ഞങ്ങളെ ഭരിക്കൂ, ഞങ്ങളെ സന്തോഷത്തോടെ അങ്ങ് സംരക്ഷിക്കൂ. സന്തോഷം ഉൾക്കൊണ്ടിനി നിന്തിരുവടി സന്തതം, എല്ലായ്പ്പോഴും ഇനി എവിടെയും പോവണ്ട, സന്തതം അത്ര വസിച്ചരുളീരണം. അങ്ങനെ അന്തഃപുരം, എൻ്റെ മമ അന്തഃപുരം ശുദ്ധമാക്കിയിടണം. ഞാൻ എല്ലാം അങ്ങക്ക് വിട്ടുതരാം, എൻ്റെ അന്തഃപുരം അങ്ങ് ശുദ്ധമാക്കിയിടണം. അന്തർമുദാ പാദപത്മ രേണുക്കളാൽ, അങ്ങയുടെ ആ ഒരു മനസ്സുകൊണ്ട് അനുഗ്രഹിക്കണം. മുദാ സന്തോഷത്തോടെ അനുഗ്രഹിക്കുക. ഒപ്പം അങ്ങ് വന്നാൽ അങ്ങയുടെ പാദപത്മ രേണുക്കൾ, അങ്ങയുടെ ആ പാദാംസു, അതിൻ്റെ പൊടി, അത് കൊണ്ടിട്ട് അങ്ങനെ എൻ്റെ അന്തഃപുരം ശുദ്ധമാക്കി തരേണമേ. മൂലഫലങ്ങൾ പരിഗ്രഹിക്കണമേ. ഇതാ ഞാൻ കാഴ്ചവെച്ച ഈ മൂലഫലങ്ങൾ എടുത്തിട്ട് കാലേ കനിവോട് അനുഗ്രഹിക്കണമേ. എന്നെ അനുഗ്രഹിക്കൂ ഭഗവാനെ. ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോട് മുഗ്ധഹാസം പൂണ്ട്, വളരെ മനോഹരമായിട്ടുള്ള മന്ദഹാസം പൂണ്ട് ഇത്തരത്തിൽ രാഘവൻ അരുൾ ചെയ്തു. കേൾക്ക നീ വാക്യം മദീയം, എൻ്റെ വാക്കുകളെ നീ കേൾക്കുക. മമ സഖേ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തേ. സൗഖ്യം ഇതിൽ പരം ഇല്ലെനിക്കേതുമേ, നീ പറഞ്ഞ വാക്കുകൾ തന്നെ മതി, ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. എന്നാലും സംവത്സരം 14 കഴിയണം. അച്ഛന് കൊടുത്ത വാക്കാണ്, അതെനിക്ക് തെറ്റിക്കാൻ പറ്റില്ല. കാട്ടിൽ കഴിയുക എന്നാൽ കാട്ടിൽ തന്നെ കഴിയണം. അത് 14 വർഷം കഴിയണം. ഗ്രാമാലയങ്ങളിൽ സംവസിച്ചിടുവാൻ, ഏതെങ്കിലും ഒരു നാട്ടുരാജ്യത്തിലായാൽ പോലും അവിടെ വസിക്കാൻ 14 വർഷം കഴിയണം. മാത്രമല്ല അന്യദത്തം, മറ്റുള്ളവരാൽ നൽകപ്പെടുന്നത് ഭുജിക്കുന്നതുമില്ല, അത് ഭുജിക്കാനും പാടില്ല. നമ്മളായിട്ട് പറിച്ച് കഴിക്കുന്ന ഫലമൂലാദികൾ മാത്രമേ കഴിക്കാവുള്ളൂ. എന്നും ഭുജിക്കുന്നതുമില്ലെന്ന്, അങ്ങനെ ഭുജിക്കില്ല എന്ന് മന്യേ, ഞാൻ മനസ്സിൽ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞു. വനവാസകാലം കഴിവോളം. രാജ്യം മമ ഏതത് മമ രാജ്യം, ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, മനസ്സുകൊണ്ട് ഞാൻ സ്വീകരിച്ചു. ഭവാൻ മത്സഖിയല്ലോ, നീ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. പൂജ്യനാം നീ പരിപാലിക്ക സന്തതം, ഞാനിത് നിനക്ക് തന്നെ തിരിച്ചു തരുന്നു. എനിക്കു വേണ്ടി നീ തന്നെ ഇത് പരിപാലിക്കുക. കുണ്ഠഭാവം ചെറുതുണ്ടാകുകയും വേണ്ട, ഒരു വിഷമവും വേണ്ട. ഇത് അച്ഛന് കൊടുത്ത ആ ഒരു വാക്കാണ്, അത് തെറ്റിക്കാൻ എനിക്ക് സാധിക്കില്ല. ഇനി ഒരു ആവശ്യം പറയുന്നു, കൊണ്ടുവരിക വടക്ഷീരം ആശു നീ പെട്ടെന്ന് എനിക്കിപ്പോൾ ചെയ്തു തരേണ്ടത് കുറച്ച് വടക്ഷീരം, ആ ഒരു അരയാലിന്റെ പാല്, പശ, അത് കൊണ്ടുവരണം. കാരണം ഇപ്പോൾ ശ്രീരാമചന്ദ്രന്റെയൊക്കെ മുടി നല്ല മിനുമിനുത്ത മുടിയാണ്, കറുത്തിരുണ്ട മിനുമിനുത്ത മുടിയാണ്. അപ്പോൾ ഇനി അത് ജട കെട്ടി വെക്കണം. അങ്ങനെ ജട കെട്ടണമെങ്കിൽ ആ ഒരു പശ വേണം, പേരാലിന്റെ പശ കൊണ്ട് അത് ജട പിടിപ്പിച്ചിട്ട് വേണം കെട്ടാൻ. അതിനാണ് വടക്ഷീരം, ആ പേരാലിന്റെ പാല് കൊണ്ടുവരാൻ പറഞ്ഞത്. തൽക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും
ലക്ഷ്മണനോടും കലർന്ന് രഘൂത്തമൻ ശുദ്ധ വടക്ഷീര ഭൂമികളെ കൊണ്ട്, ആ വടക്ഷീരത്തെ കൊണ്ട്, ഭൂമി എന്ന് വെച്ചാൽ അതിനെ കൊണ്ട് എന്ന് മാത്രം അർത്ഥം. അങ്ങനെ വടക്ഷീരത്തെ കൊണ്ട് ബദ്ധമായൊരു ജടാമകുടത്തോടും, അങ്ങനെ ഒരു മകുടം, കിരീടം പോലെ ജട കെട്ടിവെച്ചു. സോദരൻ തന്നാൽ കുശദളാദ്യങ്ങളാൽ, കുശപ്പുല്ല് അതുപോലെ ഇല പറിച്ചിട്ട്, തളിരിലകളൊക്കെ പറിച്ചിട്ട് സാദരം ആസ്ത്രിതമായ, അങ്ങനെ ഒരു തൽപ്പസ്ഥലം, ഒരു കിടക്കാൻ വേണ്ടിയിട്ടൊരു കിടക്ക പോലെ ആക്കി വെച്ചു. ആദ്യം കുശപ്പുല്ല് വിരിച്ചു, അതിന്റെ മുകളിൽ നല്ല ഇലകളൊക്കെ അങ്ങനെ വെച്ചിട്ട് സോദരൻ ലക്ഷ്മണനെല്ലാം ചെയ്തു കൊടുത്തു. എന്നിട്ട് പാനീയ മാത്രം, വെള്ളം മാത്രം അശിച്ച് ഭക്ഷിച്ചിട്ട് വൈദേഹിയും താനുമായി പള്ളിക്കുറുപ്പ് കൊണ്ടിടിനാൻ. രാത്രി അവർ രണ്ടുപേരും കിടന്നുറങ്ങി. പ്രാസാദമൂർധനി പര്യങ്കേ യഥാ പുരാ പണ്ട്, അതായത് ഈ വനവാസത്തിന് തൊട്ടു മുൻപ് വരെ എങ്ങനെയായിരുന്നോ ആ പ്രാസാദമൂർധനി, ആ മണിമാളികയിലെ പര്യങ്കേ, നല്ല മിനുമിനുത്ത ആ ഒരു കിടക്കയിൽ, ആ ഒരു വിരിപ്പിൽ എങ്ങനെ ഉറങ്ങിയോ അതുപോലെ, അതാണ് യഥാപുര വാസവും ചെയ്തുറങ്ങിയിടുന്നത് പോലെ, യാതൊരു അസ്വസ്ഥതയും കാണിച്ചില്ല. അവിടെ സ്വർണതൽപ്പത്തിലാണെങ്കിൽ അങ്ങനെ, ഇവിടെ കുശപ്പുല്ലിന്റെ മുകളിലാണെങ്കിൽ അങ്ങനെ, എവിടെയായാലും എന്താണോ സാഹചര്യം അതിനനുസരിച്ച് സന്തോഷമായി ജീവിക്കുക. ഇതാണ് ശ്രീരാമചന്ദ്രൻ നമുക്ക് കാണിച്ചു തരുന്നത്. അല്ലാതെ ജീവിതത്തിന്റെ സാഹചര്യം ഒന്ന് മാറുമ്പോഴേക്കും അയ്യോ ഇതെന്തൊരു കഷ്ടമാണ്, അയ്യോ എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, ഇങ്ങനെ പരാതി പറയാതെ ഇപ്പോഴിങ്ങനെയാണ് ശരി, ഇങ്ങനെ ഇത് സന്തോഷമെന്ന് വിചാരിക്കുക. അങ്ങനെ വിചാരിക്കാൻ സാധിക്കണമെന്നുകൂടെ കാണിച്ചു തരികയാണ് ശ്രീരാമചന്ദ്രൻ. ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു ഗുഹനോടുകൂടവേ. ലക്ഷ്മണൻ ഉറങ്ങുന്നതേയില്ല, വില്ലുമമ്പും ധരിച്ച് അവിടെ അങ്ങനെ ഗുഹനോടുകൂടവേ അങ്ങനെ അവരെ രക്ഷിച്ചുകൊണ്ട് നിന്നു. ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മീ ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലെ കിടക്കുന്നത് കണ്ട്, ആ വൃക്ഷത്തിന്റെ അടിയിലായിട്ട് അങ്ങനെ കിടക്കുന്നത് കണ്ട് അതിദുഃഖം കലർന്ന്. ഇത് കാണുന്നവർക്കാണ് സങ്കടം. ശ്രീരാമചന്ദ്രനോ സീതാദേവിക്കോ ഒരു ദുഃഖവുമില്ല. പക്ഷെ അത് കാണുന്ന ഗുഹനാണ് സങ്കടം സഹിക്കാൻ സാധിക്കാത്തത്. അങ്ങനെ ബാഷ്പാകുലനായി ഗുഹൻ ലക്ഷ്മണനോട് പറഞ്ഞു തുടങ്ങിനാൻ. പുഷ്കരനേത്രനെ കണ്ടീലയോ സഖേ, നോക്കൂ ആ താമരക്കണ്ണനായിട്ടുള്ള ഭഗവാനെ നോക്കൂ. പർണതൽപ്പേ, ആ ഒരു ഇലയിൽ, ഭൂവി, ആ ശരിക്കും പറഞ്ഞാൽ വെറും നിലത്ത്, അങ്ങനെ ദാരുമൂലെ വൃക്ഷച്ചുവട്ടിൽ കിടന്ന് അർണോജ നേത്രൻ ഉറങ്ങുമാറായതു. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എന്റെ ഭഗവാനെ, എന്റെ സ്വാമിയെ കൊണ്ടെത്തിച്ചുവല്ലോ. സ്വർണതൽപ്പേ, സ്വർണക്കിടക്കയിൽ, ഭവനോത്തമേ, ഉത്തമമായ ആ ഭവനത്തിൽ, സൽപുരേ, തന്റെ ആ രാജ്യത്ത്, പുണ്യപുരുഷൻ എന്റെ സ്വാമി ജനകാത്മജയോടും പള്ളിക്കുറുപ്പ് കൊള്ളും മുമ്പ് ആ സുന്ദരമായ ഭവനത്തിൽ സ്വർണ കിടക്കയിൽ, ആ മിനുമിനുത്ത ആ വിരിപ്പിലൊക്കെ കിടന്നുറങ്ങിയ എന്റെ സ്വാമി ഇന്നിതാ പല്ലവ പര്യങ്ക സിംനി, പല്ലവം തളിരില കൊണ്ട് ഉണ്ടാക്കിയ ഈ ഒരു മെത്ത പോലെയുള്ള ഇവിടെ വനാന്തരെ, അതും ഒരു കാട്ടിൽ, നിലത്ത്, ഇങ്ങനെ ശ്രീരാമദേവന് ദുഃഖമുണ്ടാകുവാൻ ഇതിനൊക്കെ കാരണഭൂതയായി വന്നിത് കൈകേയി. അത് കൈകേയിയാണല്ലോ. അപ്പൊ അതിന്റെ ഒരു രോഷം കൊള്ളുകയാണ്. മന്ധരാചിത്തം ആസ്ഥായ, ആ ദാസിയുടെ ചിത്തം അതുപോലെ ഇങ്ങോട്ട് എടുത്തിട്ട്, അത് കേട്ട് അതിന്റെ ഒരു വകതിരിവൊന്നും ശ്രദ്ധിക്കാതെ ചിന്തിക്കാതെ കൈകേയിതാൻ ഹന്ത, മഹാപാപമാചരിച്ചാളല്ലോ, എന്തൊരു കഷ്ടമാണ്. മന്ധര ഒരു ദാസിയാണെന്ന് വെക്കാം, എന്നാൽ കൈകേയി അങ്ങനെയാണോ? ഒരു രാജ്ഞിയല്ലേ, അവർക്കറിയില്ലേ നല്ലതും ചീത്തയുമൊക്കെ അറിയാൻ ആ ഒരു വിവേകബുദ്ധി ഇല്ലാത്തവളാണോ? എന്നിട്ടും കൈകേയി എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു? ഇങ്ങനെയുള്ള ആ ഒരു രോഷം, ആ രോഷം അങ്ങനെ ഗുഹൻ ലക്ഷ്മണനോട് പറയുകയാണ്.
ശ്രുത്വാ ഗുഹോക്തികൾ ഇത്തം, ഗുഹോക്തികൾ ഗുഹന്റെ ഈ പറച്ചിലുകളൊക്കെ കേട്ടിട്ട്, ഇത്തം ഇപ്രകാരം കേട്ടിട്ട്, ആഹന്ത അപ്പോൾ സൗമിത്രിയും സത്വരം ഉത്തരം ചൊല്ലിനാൾ. സൗമിത്രി, ലക്ഷ്മണൻ വളരെ പക്വമായിട്ടാണ് ഉത്തരം കൊടുക്കുന്നത്. അപ്പോൾ ഇത് എന്തിന്റെ ഫലമാണ്? മുൻപ് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനെ സാന്ത്വനിപ്പിച്ചിരുന്നു പല താത്വികമായ കാര്യങ്ങളും പറഞ്ഞിട്ട്. അത് ഉൾക്കൊണ്ട് ഞാൻ എന്റെ ചിത്തം ശുദ്ധമായി, എന്റെ മനസ്സ് തെളിഞ്ഞു എന്ന് ലക്ഷ്മണൻ പറഞ്ഞിരുന്നു. ആ മനസ്സിന്റെ തെളിച്ചം ഇവിടെ കാണിക്കുകയാണ്, ഗുഹനെ ഉപദേശിക്കുകയാണ് ലക്ഷ്മണൻ. അപ്പോ രോഷാകുലനായിട്ട് അങ്ങനെ കാര്യങ്ങൾ പറയുന്ന ആ ഗുഹനോട് ലക്ഷ്മണൻ സാന്ത്വനിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഭദ്രമതേ, അല്ലയോ മംഗളമൂർത്തേ. മനസ്സിന് അത്രയും ആ ഒരു മഹത്വമുള്ള അങ്ങനെയുള്ള ഒരാളായിട്ടാണ് ഗുഹനെ കാണുന്നത്. അതാണ് ഭദ്രമതേ എന്ന് വിളിച്ചത്. ശൃണു, കേൾക്കൂ, മദ്വചനം, എന്റെ വാക്കുകളെ. ആദ്യം രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം. എന്തിനാണ്? മനസ്സിനെ ഒന്ന് ശാന്തമാക്കൂ എന്ന് പറയുന്നതിന് പകരമാണ് പറയുന്നത്, ഈ രോഷം ഒന്ന് അടക്കൂ. കാരണം ഇത് തന്നെയായിരുന്നു ലക്ഷ്മണനോടും ശ്രീരാമചന്ദ്രൻ പറഞ്ഞത്, മത്സരാദ്യം വെടിഞ്ഞിട്ട് എന്റെ വാക്കുകൾ കേൾക്കൂ. കാരണം കലങ്ങി മറിയുന്ന മനസ്സിന് ഉപദേശം ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അപ്പൊ ആദ്യം ഒന്ന് അവരെ ശാന്തമാക്കണം. അതിനാണ് പറയുന്നത്, രാമനാമം ജപിച്ച് ഒന്ന് മനസ്സിനെ ഒന്ന് ശാന്തമാക്കൂ, എന്നിട്ട് ഞാൻ പറയുന്നത് കേൾക്കൂ. കസ്യ ദുഃഖസ്യ കോ ഹേതു ജഗത്രയേ. എല്ലാം സംസ്കൃതമാണ്. കസ്യ, ആരുടെ, ദുഃഖസ്യ, ദുഃഖത്തിന്, കോ ഹേതു, ആരാണ് കാരണക്കാരൻ, ഈ ജഗത്രയെ, ഈ മൂന്ന് ലോകത്തിലും. കസ്യ സുഖസ്യ വാ കോപി ഹേതു സഖേ, ആരുടെ സുഖത്തിന് ആര് കാരണക്കാരനാകുന്നു സഖേ. പൂർവജന്മാർജിത കർമ്മമത്രേ, മുൻ ജന്മങ്ങളിൽ ചെയ്ത ആർജിത കർമ്മം. അങ്ങനെ ആർജിച്ചു വെച്ച ഒരുപാട് കർമ്മങ്ങളുണ്ട്. അതിൽ നിന്ന് ഓരോ ജന്മത്തിലേക്കും അനുഭവിക്കാനായിട്ടുള്ള പ്രാരബ്ധ കർമ്മം, അതിൽ പുണ്യത്തിന്റെ ആ ഒരു ഫലം വരുമ്പോൾ സുഖം വരുന്നു, പാപത്തിന്റെ ഫലം വരുമ്പോൾ ദുഃഖം വരുന്നു. ഇതാണ് സർവലോകർക്കും സുഖ ദുഃഖ കാരണം. എല്ലാവർക്കും സുഖത്തിനും ദുഃഖത്തിനും കാരണം അവനവൻ ചെയ്തു വെച്ച കർമ്മങ്ങളാണ്. ദുഃഖസുഖങ്ങൾ ദാനം ചെയ്വതിനാരും ഉൾക്കാമ്പിലോർത്തു കണ്ടാലില്ല നിർണയം. നിങ്ങൾക്ക് സുഖം തരാനായിട്ട് ഇവിടെ കുറച്ചാളുകൾ, ദുഃഖം തരാനായിട്ട് കുറച്ചാളുകൾ, ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നു. അതാണ് സുഖദുഃഖങ്ങൾ ദാനം ചെയ്വതിന് അങ്ങനെ ആരും ഇവിടെ ഇല്ല. അങ്ങനെ ഉൾക്കാമ്പിലോർത്തു കണ്ടാൽ, അങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ അങ്ങനെ ഒന്നുമില്ല. ആരും ആരുടെ സുഖത്തിനും കാരണക്കാരല്ല, ആരുടെ ദുഃഖത്തിനും ആരും കാരണക്കാരല്ല. ഏകൻ മമ സുഖദാതാ ജഗതി, ഒരാൾ എന്റെ, മമ സുഖദാത, എനിക്ക് സുഖം തരുന്നവനാണ്, ജഗതി, ഈ ലോകത്തിൽ. ഇനി മറ്റൊരാൾ ചിന്തിക്കും, മറ്റേകൻ, മറ്റൊരാൾ, മമ ദുഃഖദാത, എനിക്ക് അവൻ കാരണം ദുഃഖം മാത്രമേ സംഭവിച്ചുള്ളൂ. ഇതി വൃഥാ തോന്നുന്നത്, ഇങ്ങനെ വെറുതെ തോന്നുകയാണ് അജ്ഞാന ബുദ്ധികൾക്കെപ്പോഴും. എന്തുകൊണ്ടായത് തോന്നുന്നത്? അറിവില്ലായ്മയാണ്. അവർക്ക് ഈ ലോക രഹസ്യത്തെ കുറിച്ച് ഒന്നും അറിയില്ല. കാരണം അവരൊക്കെ ഈ മായാഭ്രമത്തിൽപ്പെട്ട് ഈ ഒരു സ്വപ്ന ലോകത്തിൽ അങ്ങനെ ജീവിക്കുന്നു എന്ന് മാത്രം. എന്നാൽ ഇത് ബുദ്ധന്മാർക്കതേതുമേ തോന്നുകയില്ല. എന്നാൽ ഈ ഒരു സത്യം മനസ്സിലാക്കിയ പണ്ഡിതന്മാർക്ക്, ജ്ഞാനികൾക്കാകട്ടെ ഇങ്ങനെയൊന്നും തോന്നുകയില്ല. അവരീ സത്യത്തെ തിരിച്ചറിഞ്ഞവരാണ്. ഒരു കാറ്റടിച്ചാൽ പഴുത്ത മാങ്ങ താഴെ വീണാൽ നമ്മൾ പറയും കാറ്റടിച്ച് മാങ്ങ വീണു. എന്നാൽ പഴുത്തിരിക്കുന്ന പഴം അതെങ്ങനെയായാലും താഴെ വീഴും. കാറ്റ് ഒരു ചെറിയൊരു കാരണം, അത്രമാത്രം, ഒരു നിമിത്തം. ഇതുപോലെ നമ്മൾ
സുഖം അനുഭവിക്കേണ്ട ഒരു സമയം, നമ്മുടെ ആ പുണ്യപാപങ്ങളൊക്കെ അങ്ങനെ പഴുത്ത് പാകമായി വരുന്ന സമയത്ത് അത് നമുക്ക് അനുഭവിക്കേണ്ടതായിട്ടൊരു കാരണക്കാരനായിട്ട്, അല്ലെങ്കിൽ നമുക്കത് അനുകൂലമാക്കി തരാൻ ഒരാളെ, ഒരു നിമിത്തം, വെറും നിമിത്തമാക്കി ഭഗവാൻ വെക്കും. പക്ഷെ നമുക്ക് അത്, നമ്മൾ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? അവനാണ് അല്ലെങ്കിൽ അവളാണ് എൻ്റെ എല്ലാ സുഖങ്ങൾക്കും കാരണം. അവനില്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു. വേണം, നന്ദി വേണം, വേണ്ട എന്നല്ല, പക്ഷേ അവരാണ് എൻ്റെ സുഖത്തിന് കാരണം എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇതേപോലെ എൻ്റെ ദുഃഖത്തിന് കാരണം അവനാണ് അല്ലെങ്കിൽ അവളാണ് എന്ന് ചിന്തിക്കുന്നത്. അതും ഇതുപോലെ തന്നെ ഒരു നിമിത്തം മാത്രമാണ്. നമ്മൾ ചെയ്തു വെച്ച പാപഫലങ്ങൾ അങ്ങനെ പഴുത്ത് പാകമായി നമ്മിലേക്ക് അത് തിരിച്ചടിക്കേണ്ട സമയത്ത് അത് നമ്മിലേക്ക് എത്തിക്കാനായിട്ട് ഒരു കാറ്റിന്റെ രൂപത്തിൽ ഒരു നിമിത്തമായിട്ട് ഒരാളുണ്ടായിരിക്കും. അത് അയാളെ അങ്ങനെ നിമിത്തമാക്കാനും ഭഗവാൻ ഒരു കാരണമുണ്ടാകും. ഇതൊന്നും നമുക്കറിയില്ല. നമുക്കാകപ്പാടെ ഈ ലോകം സത്യമാണെന്നുള്ള ഈ ഒരു അജ്ഞത മാത്രമേ ഉള്ളൂ. ഈ അറിവില്ലായ്മ കൊണ്ട് നമ്മളൊക്കെ ഊഹിച്ചെടുക്കുകയാണ്. എന്നാൽ സത്യദർശികളായ, എങ്ങനെ നമുക്കിത് വിശ്വസിക്കാം ഇതൊക്കെ എൻ്റെ കർമ്മഫലമാണെന്ന്? കാരണം സത്യദർശികളായിട്ടുള്ള ആ മഹാമനീഷികളായിട്ടുള്ള ഋഷിമാർ, അവർ ഇത് തിരിച്ചറിഞ്ഞ സത്യമാണ്, അവരെ വിശ്വസിക്കുക. ഇന്ന് ആധുനിക ശാസ്ത്രജ്ഞന്മാർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ണടച്ചങ്ങ് വിശ്വസിക്കുകയാണ്. അവർ പറയുന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടൊന്നുമല്ല. ഇപ്പൊ E=mc² എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥവും അതിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ എത്ര പേർക്കറിയാം? എന്നിട്ടെന്താ ആളുകൾ വിശ്വസിക്കുന്നില്ലേ? ഇതൊന്നും അറിഞ്ഞിട്ടൊന്നും അല്ല വിശ്വസിക്കുന്നത്. പറഞ്ഞത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അപ്പൊ അതെന്തോ കാര്യമാണ്. അപ്പൊ ആളെ നോക്കിയാണ് നമ്മൾ ഒരു കാര്യം വിശ്വസിക്കുന്നത്. ഇതേപോലെ നമ്മുടെ പൂർവീകരായ ഋഷിമാർ, അവർ വെറുതെ ഒന്നും പറയില്ല. അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. അവരിത് കണ്ടറിഞ്ഞ സത്യമാണ്. അവരുടെ പരീക്ഷണശാല എന്നാൽ അവരുടെ ആ ഒരു യോഗസിദ്ധിയാൽ അവർക്ക് കിട്ടിയ ആ ഒരു ശക്തി, ഊർജം തന്നെയായിരുന്നു. അവരുടെ തപോബലം തന്നെയാണ് അവരുടെ ആ പരീക്ഷണശാല. അതിലൂടെയാണ് അവർ ഈ പ്രപഞ്ച രഹസ്യങ്ങളെ കണ്ടെത്തിയത്. അതുകൊണ്ട് വിശ്വസിക്കുക. പിന്നെ അതിന് തെളിവെന്താണ്? കാരണം ഈ ജന്മത്തിൽ നല്ലത് ചെയ്തവർക്കൊക്കെ നല്ലത് കിട്ടുന്നില്ല. അപ്പോൾ തീർച്ചയായും അത് അനുമാനിക്കണം. നമുക്ക് പ്രമാണമുണ്ട്, അനുമാനം എന്നൊരു പ്രമാണമുണ്ട്. നമ്മളെല്ലാ കാര്യങ്ങളും പ്രത്യക്ഷത്തിൽ നമ്മുടെ കൺമുന്നിൽ കണ്ടിട്ടൊന്നുമല്ല വിശ്വസിക്കുന്നത്. പ്രമാണമുണ്ട്, അനുമാനം. അതിങ്ങനെയാണെങ്കിൽ അതങ്ങനെ ആയിരിക്കും. അപ്പോൾ ഈ ജന്മത്തിൽ നല്ലത് ചെയ്തവർക്കൊക്കെ എല്ലാം നല്ലതല്ല വരുന്നത് എങ്കിൽ അവിടെ എന്തോ ഒരു നമുക്കറിയാത്ത എന്തോ ഒന്നുണ്ട് എന്ന് നമ്മൾ ഊഹിക്കണം. അപ്പോൾ ഇത്തരം ഇതിഹാസ പുരാണങ്ങളിലൂടെയൊക്കെ നമ്മുടെ ഋഷിമാർ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ കർമ്മഫലമാണിത്. ആരും ഒന്നിനും കാരണക്കാരല്ല. അത് നമ്മുടെ വെറും തോന്നലാണ്. ഞാൻ ഇതിനിന്ന് കർത്താവെന്ന് തോന്നുന്നു മാനസതാരിൽ വൃഥാഭിമാനേന കേൾ. വൃഥാഭിമാനം, ആ ഒരു അജ്ഞതയിലുണ്ടാകുന്ന ഞാനാണ് കർത്താവ് എന്ന ഈ തോന്നലിൽ നിന്നാണ് ഇതൊക്കെ. ഞാൻ കർത്താവാണ് എന്ന് തോന്നുന്നത് പോലെ തന്നെയാണ് അവരൊക്കെ എൻ്റെ ദുഃഖത്തിന് കാരണമാകുന്നു, ഇവരിൽ ചിലർ എൻ്റെ സുഖത്തിന് കാരണമാകുന്നു എന്നതൊക്കെ വെറും തോന്നൽ മാത്രമാണ്. ലോകം നിജകർമ്മസൂത്രബദ്ധം സഖേ. ഈ ലോകം എന്നത് നിങ്ങൾ ഓരോരുത്തരുടെയും, നമ്മുടെയൊക്കെ കർമ്മസൂത്രം, കർമ്മം ഒരു ചരട് പോലെ ബന്ധിച്ചിരിക്കുന്നു. എന്നിട്ട് അത് തിരിച്ച് നമ്മളിലേക്ക് തന്നെ വരുന്നു. അതിങ്ങനെ ഒരു വട്ടം വരച്ചതുപോലെ. അതെവിടെയും തെറ്റിപ്പോകുന്നില്ല. കാരണം നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ സാക്ഷി രൂപത്തിൽ അത് വേണ്ട രീതിയിൽ കണക്കെടുക്കാൻ ഭഗവാൻ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തെറ്റിപ്പോയതാണെന്നൊന്നും വിചാരിക്കണ്ട. തെറ്റില്ല ഒരിക്കലും. അതുപോലെ ഭോഗങ്ങളും സുഖം വരുന്നതും ഒക്കെ നിജ കർമാനുസാരികൾ, അവനവന്റെ കർമ്മത്തിന് അനുസരിച്ചു വരുന്നതാണ്. മിത്ര അരി ഉദാസീന ബാന്ധവ ദ്വേഷ മധ്യസ്ഥ സുഹൃജനഭേദ ബുദ്ധിഭ്രമം. മിത്രം, അരി, ശത്രു. ഉദാസീനൻ എന്നാൽ മിത്രവുമല്ല ശത്രുവുമല്ല, ഒരു മധ്യസ്ഥ ആ ഒരു രീതിയിൽ.
ബാന്ധവം, നമ്മളെ ബന്ധുക്കൾ, ദ്വേഷ്യം, നമ്മളോട് ദേഷ്യമുള്ളവർ, അതുപോലെ മധ്യസ്ഥൻ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമുക്കൊരു മധ്യസ്ഥം വഹിക്കുന്നവർ, ഇങ്ങനെ സുഹൃത് ജനം, സുഹൃത്തുക്കൾ, ഇങ്ങനെയുള്ള ഭേദബുദ്ധി ഭ്രമം, ഇതൊക്കെ തന്നെ ചിത്രമത്രേ നിരൂപിച്ചാൽ വളരെ വിചിത്രമാണ്. സ്വകർമ്മങ്ങൾ എത്ര വിഭാവ്യതേ തത്ര യഥാ തഥാ. എപ്രകാരമാണോ നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങൾ ചെയ്തു വച്ചിരിക്കുന്നത് അതിനനുസരിച്ച് അതായത് ആ ബന്ധമുണ്ട്. ഓരോ ജന്മത്തിലും നമ്മൾ പലരോടും പല രീതിയിൽ കടപ്പെട്ടിരിക്കുന്നു. ചിലവരോട് നമ്മൾ ദ്രോഹം ചെയ്തിട്ടുണ്ട്. അവരായിരിക്കും പിന്നീടുള്ള ജന്മത്തിൽ നമ്മുടെ ദ്വേഷികളായിട്ട് വരുന്നത്, നമുക്ക് എന്തിനും ഒരു ദ്രോഹം ചെയ്യുന്നവരായി വരുന്നത്. ഇതൊക്കെ ഓരോ ജന്മത്തിലെയും ഒരു ബന്ധം, നമ്മളായിട്ടുണ്ടാക്കി വെച്ച ബന്ധങ്ങളാണ്. അതാണ് സ്വകർമ്മങ്ങൾ എത്ര വിഭാവ്യത, എങ്ങനെ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നുവോ തത്ര, അപ്പോൾ അവിടെ, യഥാ തഥാ, എപ്രകാരം നിങ്ങൾ ചെയ്തു വെച്ചോ തഥാ, അപ്രകാരം തന്നെയേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. അതിനപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല. ദുഃഖം സുഖം നിജ കർമ്മ വശഗതം ഒക്കെ, സുഖമായാലും ദുഃഖമായാലും എല്ലാം അവനവന്റെ കർമ്മവശഗതം ഒക്കെ എന്ന് ഉൾക്കാമ്പുകൊണ്ടു നിനച്ച് അത് മനസ്സിലിരുത്തി അതങ്ങ് ഉറപ്പിച്ചുകൊള്ളുക. എന്നിട്ട് നിനച്ചതിൽ യത് ആഗതം, അതാണ് യദ്യതാഗതം തത്ര കാലാന്തരേ. ഇപ്പം നമുക്ക് നല്ലത് സംഭവിച്ചാൽ അങ്ങനെ കാലം കൊണ്ട് തത് ഭുജിച്ച്, നല്ലത് സംഭവിച്ചാൽ സന്തോഷം, അത് ഭുജിച്ച് അതായത് അനുഭവിച്ച് അതിസ്വസ്ഥനായി വാഴണം. എന്താണോ സംഭവിക്കുന്നത് ഇത് ഞാൻ തന്നെ ചെയ്തു വെച്ചതാണ് എന്നങ്ങ് ഉറപ്പിച്ചുകൊള്ളുക. അതിനാരെയും പഴി പറയുകയും വേണ്ട, ഇനി അവരെ വാഴ്ത്തുകയും വേണ്ട. കാരണം രണ്ടും നമ്മുടെ കർമ്മഫലമാണ്. അതുകൊണ്ട് ഭുജിച്ച് ഇത് ഞാൻ കൊടുത്തു വെച്ചത് എനിക്ക് കിട്ടി, അത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ച് അതിസ്വസ്ഥനായിട്ട് വാഴണം. ഇനി ഭോഗത്തിനായിക്കൊണ്ട് കാമിക്കയും വേണ്ട. എനിക്ക് സുഖം മാത്രം വരണം, സുഖം വരണേ ഭഗവാനെ, എനിക്ക് ദുഃഖം തരല്ലേ ഭഗവാനെ, ഇങ്ങനെ ഒരു പ്രാർത്ഥനയൊന്നും വേണ്ട. സുഖവും ദുഃഖവും പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളെ തേടി വരും. അതുകൊണ്ട് ഭോഗത്തിനായിക്കൊണ്ട് കാമിക്കയും വേണ്ട, എനിക്ക് സുഖം വരണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണ്ട. ഇനി ഭോഗം വിധികൃതം, അതായത് ചെയ്തു വെച്ച പുണ്യഫലത്തിന്റെ ആ ഒരു ഫലം വരുമ്പോൾ നല്ല ധനം, ഒട്ടും പ്രതീക്ഷിക്കാതെ ധനാഗമം അല്ലെങ്കിൽ പ്രശസ്തി, ഇതൊക്കെ വന്നാൽ അത് വർജിക്കുകയും വേണ്ട. അയ്യോ എനിക്കിതൊന്നും വേണ്ട, അങ്ങനെയൊന്നും പറയണ്ട, സ്വീകരിച്ചോളൂ. കാരണം നിങ്ങൾ ചെയ്തു വെച്ച പുണ്യത്തിന്റെ ഫലമാണ് ഈ ലഭിക്കുന്നത്. അതുകൊണ്ട് എന്നാൽ എനിക്ക് സുഖം തന്നെ വരാവുള്ളൂ എന്ന് പ്രാർത്ഥിക്കുകയും വേണ്ട, ആഗ്രഹിക്കുകയും വേണ്ട. അങ്ങനെ ആഗ്രഹിച്ചാലും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് അപ്പോ ഇത് ചെയ്തു വെച്ചതേ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ വെറുതെ അതിനുവേണ്ടി പ്രാർത്ഥിച്ച് വഴിപാട് കഴിച്ച് വെറുതെ സമയവും പൈസയും കളയണ്ട. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ ഉള്ളത് ഇത്രയേ ഉള്ളൂ. വ്യർത്ഥമോർത്തോളം വിഷാദ അതിഹർഷങ്ങൾ ചിത്തേ ശുഭാശുഭ കർമ്മ ഫലോദയേ. വ്യർത്ഥമാണ് എന്ത്? സന്തോഷം വരുമ്പോൾ അതിഹർഷം, അത്യധികമായിട്ട്. കാരണം ഇനി എനിക്ക് ജീവിതത്തിൽ എപ്പോഴും സന്തോഷമേ ഉള്ളൂ എന്ന ഭാവത്തിലാണ് ചില ആളുകളുടെ സന്തോഷം. അങ്ങനെയൊന്നും സന്തോഷിക്കേണ്ട ആവശ്യമില്ല. കാരണം വഴിയേ ദുഃഖവും വരുന്നുണ്ട്. അതുകൊണ്ട് എന്നാൽ ദുഃഖം വരുമ്പോൾ ഇനി എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു സമാധാനം ഉണ്ടാവില്ല എന്ന രീതിയിൽ അങ്ങനെയും ചിന്തിക്കേണ്ട. അതുകൊണ്ട് വിഷാദം അതിഹർഷം ഇതൊക്കെ വ്യർത്ഥമാണ്. ഇത് രണ്ടും വേണ്ട. കാരണം ഇത് മാറി മാറി വരും. ചിത്തേ ശുഭാശുഭ കർമ്മ ഫലോദയേ. ഇതിങ്ങനെ നിങ്ങൾ ചെയ്ത ശുഭകർമ്മത്തിനനുസരിച്ച് സുഖം വരും, അശുഭകർമ്മത്തിന് ദുഃഖം വരും. ഇത് രണ്ടും മിശ്രിതമായിട്ടാണ് മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ട് നിത്യമുൽപ്പന്നം. ഈ മർത്യദേഹം നമ്മൾ സ്വീകരിച്ചിവിടെ വന്നിരിക്കുന്നത് തന്നെ പുണ്യവും പാപവും അനുഭവിക്കാനാണ്, അല്ലാതെ പുണ്യം മാത്രം അനുഭവിക്കാനല്ല. അതിനുള്ളത് ദേവലോകമാണ്, സ്വർഗലോകം. അപ്പോ മനുഷ്യജന്മം കിട്ടി എന്നതിന്റെ അർത്ഥം തന്നെ ജീവിതത്തിൽ ദുഃഖം ഉണ്ടാകുമെന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ
മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ട് നിത്യമുൽപ്പന്നം, അതുകൊണ്ടുണ്ടായതാണ് ഈ മർത്യദേഹം. അത് വിധി വിഹിതം സഖേ, ഇതൊക്കെ മുൻകൂട്ടി നിശ്ചയിച്ചു വെച്ചതാണ്. സൗഖ്യദുഃഖങ്ങൾ സഹജം, അത് നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ കൂടെ തന്നെ നമ്മുടെ കർമ്മഫലമൊക്കെ എങ്ങനെ എപ്പോൾ അനുഭവിക്കണം ഇതൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. ഏവർക്കുമേ നീക്കാവതല്ല, ഇതൊന്നും ആരെക്കൊണ്ടും തടയാൻ സാധിക്കില്ല. അസുരന്മാരാൽ നിങ്ങൾ ഇനി ദേവനെ പ്രാർത്ഥിച്ചാൽ പോലും, എന്റെ ദുഃഖമില്ലാതാക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ പോലും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ ചെയ്തു വെച്ചതാണിത്. അതുകൊണ്ട് അനുഭവിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറായിരിക്കുക, വേറൊന്നും നമുക്ക് ചെയ്യാനില്ല. ലോകേ സുഖാനന്തരം ദുഃഖമായി വരും. ഈ ലോകത്തിൽ നിങ്ങൾ കാണുന്നത് ഇങ്ങനെയാണ്. ഒരുപാട് കാലം സുഖിച്ച ഒരാൾക്ക് പിന്നീട് കുറെ നാൾ ദുഃഖമായിരിക്കും, ദുഃഖമായി വരും. ഇനി ഒട്ടും വിഷമിക്കേണ്ട, ആകുലമില്ല. ദുഃഖാനന്തരം സുഖം, അതും നിശ്ചയമാണ്. അതങ്ങനെ തന്നെയേ വരികയുള്ളൂ. അല്ലാതെ എപ്പോഴും സുഖം എപ്പോഴും ദുഃഖം അങ്ങനെ ഒരാൾക്കും ഉണ്ടാവുകയില്ല. പിന്നൊന്ന്, നമ്മൾ ഈ പുറമേക്ക് കാണുന്നത് കണ്ടിട്ട്, ഒരാളുടെ ജീവിതം പുറമേക്ക് കണ്ടിട്ട് അയാളെ വിലയിരുത്തരുത്. അങ്ങനെ നോക്കുമ്പോൾ വലിയ കാറും ബംഗ്ലാവും ഒക്കെ ഉള്ളവരൊക്കെ വളരെ സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. അവരോട് പോയി സംസാരിച്ചാൽ അറിയാം അവരനുഭവിക്കുന്ന ദുഃഖങ്ങൾ എന്തൊക്കെയാണ്. അതുപോലെ വളരെ പാവപ്പെട്ട് ജീവിക്കുന്ന ഒരാളെ കാണുമ്പോൾ നമുക്ക് തോന്നും അയ്യോ പാവം, പക്ഷെ അയാളെ സംബന്ധിച്ച് അയാൾ തൃപ്തനായിരിക്കും. അപ്പൊ ഇതൊക്കെ നമ്മുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ചാണ് ജീവിതത്തിൽ സുഖവും ദുഃഖവും. അപ്പോ ജീവിതത്തിൽ ഒന്നുമില്ലാത്തവരെക്കാളും എനിക്ക് ഇത്രയൊക്കെ ഉണ്ടല്ലോ എന്ന് ചിന്തിച്ചാൽ അത് തന്നെ സുഖമാണ്. അതേസമയം കോടീശ്വരന്മാരായിട്ടും എന്നിട്ടും ഞാൻ 1-ാം സ്ഥാനത്തെത്തിയില്ലല്ലോ എന്ന് ചിന്തിച്ചാലോ, അപ്പോൾ ദുഃഖമായി. അപ്പൊ ഇതൊക്കെ നമ്മുടെ കാഴ്ചപ്പാടിനനുസരിച്ചാണ് സുഖവും ദുഃഖവും എല്ലാം. ഇനി നൂനം, ഇത് ഈ സുഖവും ദുഃഖവും മാറി വരുന്നത് നൂനം ദിനരാത്രി പോലെ, ദിവസവും അതായത് പകലും രാത്രിയും മാറി മാറി വരുന്നത് പോലെയാണ് സുഖ ദുഃഖങ്ങൾ. ഗത ആഗതം, ഗതം പോകും, ആഗതം വരും. മനസ്സേ ചിന്തിക്കയിൽ അത്രയുമല്ല. ഇനി ഇത് മാത്രമല്ല, നീ ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അല്ലടോ എടോ, ദുഃഖമധ്യേ സുഖമായും വരും, പിന്നെ ദുഃഖം സുഖമധ്യ സംസ്ഥമായും വരും. നമ്മൾ ശരിക്ക് ചിന്തിച്ചു നോക്കിയാൽ 2 ദുഃഖങ്ങൾക്കിടയിലാണ് സുഖം. അതായത് ദുഃഖം വന്ന് പിന്നെ ഒരു സുഖം, വീണ്ടും ദുഃഖം. ഇനി അത് നേരെ തിരിച്ചു ചിന്തിച്ചാൽ 2 സുഖങ്ങൾക്കിടയിൽ ഒരു ദുഃഖം ഉണ്ടായിരിക്കും. കാരണം അല്ലെങ്കിൽ നമുക്കൊരു ജീവിതത്തിനൊരു രസമുണ്ടാവില്ല. നല്ല ചൂടത്ത് ഇരുന്നിട്ട് പിന്നെ വന്ന് ആ ഫാനിന്റെ താഴെ ഇരിക്കുമ്പോഴാണ് എന്താ സുഖം. അല്ലാതെ എപ്പോഴും ഇങ്ങനെ ഫാനിന്റെ ചുവട്ടിൽ തന്നെ ഇരുന്നാൽ അത് പിന്നെ ഒരു സുഖമില്ല, അതിനൊരു സുഖമില്ല. നല്ല ദാഹമുണ്ടായിട്ട് വെള്ളം കുടിക്കുമ്പോഴുള്ളൊരു സുഖം വെറുതെ വെള്ളം എടുത്ത് കുടിച്ചാൽ സുഖം കിട്ടില്ല. അപ്പോ ദുഃഖം അനുഭവിച്ചിട്ട് പിന്നെ ഒരു സുഖം അനുഭവിക്കണം, അപ്പോഴാണ് ആ സുഖം ഒരു സുഖം. വിശന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഭക്ഷണത്തിന് രുചി. അല്ലാതെ രാവിലെ കഴിച്ച ഭക്ഷണം ദഹിക്കുന്നതിന് മുൻപേ ഉച്ചയായി, അതുകൊണ്ട് ഇപ്പൊ കഴിക്കാതെ വേറെ രക്ഷയില്ല എന്ന രീതിയിൽ കഴിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു രുചിയും അതിന് തോന്നുകയില്ല. അതുകൊണ്ട് ദുഃഖം വേണം, എങ്കിലേ ജീവിതത്തിനൊരു രസമുള്ളൂ എന്ന് നമ്മൾ തന്നെ അത് തെളിയിച്ചിട്ടുണ്ട്. കാരണം നിങ്ങളൊരു സിനിമ കാണാൻ പോകുന്നു, ആ സിനിമയിൽ എല്ലാ സീനിലും സുഖം മാത്രമാണെങ്കിൽ സിനിമ പരമ ബോറായിരിക്കും. അച്ഛൻ അമ്മ കുട്ടികളെ എല്ലാവരും നല്ല സന്തോഷമായിട്ട് ഇങ്ങനെ കളിക്കുന്നു ചിരിക്കുന്നു. ഇത് തന്നെ എല്ലാ സീനിലുമാണെങ്കിലോ അയ്യേ ഇതെന്ത് സിനിമ എന്ന് വിചാരിക്കില്ലേ? അപ്പോ സിനിമയിൽ നമുക്ക് ട്വിസ്റ്റ് വേണം, ദുഃഖം വേണം, ഒരു ഇടി വേണം, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ആന്റി ക്ലൈമാക്സുകൾ വേണം, എന്നിട്ടൊരു ക്ലൈമാക്സ് വേണം. അപ്പൊ ജീവിതത്തിൽ ഇതൊന്നും പാടില്ല എന്ന് ചിന്തിക്കുന്നതിൽ എന്താണ് രസം, എന്താണ് അർത്ഥമുള്ളത്? അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് സുഖമായിട്ട് നമുക്ക് പിന്നീട് ആലോചിക്കുമ്പോൾ ഒരു രസം വേണമെങ്കിൽ കുറെ ദുഃഖങ്ങളും അനുഭവിക്കണം. ആ ദുഃഖത്തെ
അതിൻ്റെതായ രീതിയിൽ ഉൾക്കൊള്ളാനും സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോഴാണ് ദുഃഖം പിന്നീട് സുഖത്തിന് വഴിമാറുന്നത് നമ്മൾ അനുഭവിക്കുകയുള്ളൂ. അങ്ങനെ അറിയുന്നതും ഒരു സുഖമാണ്. ഇനി രണ്ടും അന്യോന്യ സംയുക്തമായ ഏവനുമുണ്ട്. ഇത് എല്ലാവർക്കുമുണ്ട്. അങ്ങനെ ചിലവർക്ക് മാത്രമേ ഉള്ളൂ എന്നൊന്നും, അതാണ് നേരത്തെ പറഞ്ഞത്. നമ്മൾ ഒരാളുടെ പുറമേയുള്ള ജീവിതം കണ്ടിട്ട് അയാളെ വിലയിരുത്തരുത്. നമുക്ക് ഏറ്റവും അടുത്ത് നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോഴാണ് മനസ്സിലാവുക എന്തൊക്കെ ദുഃഖങ്ങളാണ് ഓരോരുത്തർക്കും ഉള്ളത് എന്ന്. ഇത് അന്യോന്യ സംയുക്തമാണ്. സുഖവും ദുഃഖവും ഏതുപോലെ ജലപങ്കമെന്ന പോലെ സഖേ. ജലവും മണ്ണ് ചളിയും പോലെ. വെള്ളം, അതിനടിയിൽ ചളി, അതിനടിയിൽ വീണ്ടും വെള്ളമുണ്ട്. ഇങ്ങനെ മാറി മാറി വരുന്നത് പോലെയാണ് സുഖവും ദുഃഖവും. ആകയാൽ ധൈര്യേണ വിദ്യുജ്ജനം ഹൃദി. അതുകൊണ്ട് ഹൃദയത്തിൽ വിദ്യുജ്ജനം, ആ ഒരു ജ്ഞാനം ഉൾക്കൊണ്ടുകൊണ്ട്, ഈ ഒരു തിരിച്ചറിവ് ഉൾക്കൊണ്ടുകൊണ്ട് ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു. ഈ അറിവുള്ളവർ ഇതിങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്നു. ഇതിനെയാണ് ഭഗവത്ഗീതയിൽ തിദിക്ഷ എന്ന് പറഞ്ഞത്. നമ്മുടെ അവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുക. ഇഷ്ടമായുള്ളത് തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാത്തത് തന്നെ വരുമ്പോഴും തുഷ്ടാത്മനാ മരുവുന്നു ബുദ്ധജനം. അപ്പോ ഇഷ്ടമായുള്ളത് വരുമ്പോൾ ആർത്തട്ടഹസിച്ച് സന്തോഷിക്കുന്നവർക്കാണ് ദുഃഖം വരുമ്പോൾ ആകപ്പാടെ ഒരു വിഷാദ മൂകതയിലേക്ക് പോകുന്നത്. ഇത് രണ്ടും ഒരുപോലെ അങ്ങനെ സ്വീകരിക്കാൻ പഠിച്ചാൽ ഒന്നും നമ്മളെ ബാധിക്കുകയില്ല. അങ്ങനെ ഇഷ്ടമുള്ളത് സംഭവിച്ചാലും ഇഷ്ടമില്ലാത്തത് സംഭവിച്ചാലും ബുദ്ധജനം, അറിവുള്ളവർ, തുഷ്ടാത്മന, ഇതൊന്നും മനസ്സിനെ ബാധിക്കാതെ ശാന്തമായിട്ടിരിക്കുന്നു. കാരണം ഈ ദൃഷ്ടമെല്ലാം, ഈ കാണുന്നതൊക്കെ മഹാമായ ഇതി ഭാവനാൽ എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവരെ ബുദ്ധജനം എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ ഈ മായയിലെ വെറും ഒരു വിലാസം മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് അവർ ഈ സുഖദുഃഖങ്ങളെ ഒരുപോലെ സ്വീകരിക്കാൻ പഠിച്ചിരിക്കുന്നു. ഇത്തം ഗുഹനും സുമിത്രാത്മജനുമായി വൃത്താന്തഭേദം പറഞ്ഞു നിൽക്കും നേരം അവരിങ്ങനെ സംസാരിച്ചിരിക്കവേ മിത്രനുദിച്ചിതു. സൂര്യനുദിച്ചു. സത്വരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തരുളി ചെയ്ത് തോണി വരുത്തുക. അക്കരെ കടക്കണം, ഗംഗാനദിയുടെ അക്കരെ കടക്കണം. അങ്ങനെ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാശു വണങ്ങിനാൻ. എന്നിട്ട് പറഞ്ഞു, സ്വാമിൻ, അല്ലയോ സ്വാമിൻ, ഇയം, ഇതാ ഈ ദ്രോണിക, തോണിയിൽ സമാരുഹ്യതാം, കയറിക്കോളുക, സൗമിത്രിണാ ജനകാത്മജയാ സമം. ഇതൊക്കെ സംസ്കൃത വാക്കുകളാണ്. ലക്ഷ്മണനോടും സീതയോടും കൂടെ. ഇനി തോണി തുഴയുന്നതും അടിയൻ തന്നെ, ഞാൻ തന്നെ തോണി തുഴയാം. മാനവവീര മമ പ്രാണവല്ലഭ, എന്റെ പ്രാണന് തുല്യനായിട്ടുള്ള, അല്ലയോ സുഹൃത്തേ സ്വാമി, ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. ശൃംഗിവേരാധിപൻ വാക്ക് കേട്ടന്നേരം മംഗലദേവതയാകിയ സീതയെ കയ്യും പിടിച്ച് കരേറ്റി. അപ്പോൾ ആദ്യം തന്നെ സീതയെ ആ തോണിയിൽ രാമൻ കൈപിടിച്ച് കയറ്റി. എന്നിട്ട് ഗുഹനുടെ കയ്യും പിടിച്ച് താനും കരയേറിയിടിനാൻ. ഗുഹന്റെ കൈ പിടിച്ച് ശ്രീരാമചന്ദ്രനും ആ തോണിയിൽ കയറി. ആയുധമെല്ലാം എടുത്ത് സൗമിത്രിയും ആയതമായൊരു തോണി, വലിയ തോണിയാണ്, അങ്ങനെയുള്ള ആ തോണിയിൽ ആയുധമൊക്കെ എടുത്ത് ലക്ഷ്മണനും കരയേറിനാൻ. ജ്ഞാതിവർഗത്തോടുകൂടെ ഗുഹൻ, തന്റെ ബന്ധുവർഗത്തോടുകൂടി, തന്റെ അനുചരന്മാരോടുകൂടെ ഗുഹൻ പരമാദരവോട് വഹിച്ചിതു തോണിയും. ആ തോണിയിൽ ഗുഹന്റെ ബന്ധുക്കളും കയറിയിരുന്നു. അങ്ങനെ മംഗല അപാംഗിയാം, മംഗളനേത്ര, നല്ല ഭദ്രമായ കണ്ണുകളോട്, സുന്ദരമായ കണ്ണുകളോടുകൂടിയ ജാനകി ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ച് നന്നായി വണങ്ങിനാൾ. ഗംഗേ ഭഗവതി ദേവി നമോസ്തുതേ. സംഗേന, ആ ഒരു സംഘം കൊണ്ട്, ഇഷ്ടം കൊണ്ട്, ശംഭുതൻ മൗലിയിൽ വാഴുന്ന, ശിവന്റെ ആ മുടിയിൽ, ജടയിൽ വാഴുന്ന സുന്ദരി ഹൈമവതി, ഹിമവാനിൽ നിന്ന്
ഉദ്ഭവിക്കുന്നവളെ നമസ്തേ നമോ നമോ. മന്ദാകിനി ദേവി ഗംഗേ നമോസ്തുതേ. ഞങ്ങൾ വനവാസവും കഴിഞ്ഞാദരാൽ, വനവാസം കഴിഞ്ഞു വന്നാൽ, ഇങ്ങു വന്നാൽ ബലിപൂജകൾ നൽകുവൻ. ഞങ്ങൾ ബലിപൂജകളൊക്കെ നൽകിക്കൊള്ളാം, രക്ഷിച്ചുകൊള്ളുക നീ ആപത്ത് കൂടാതെ. ഇപ്പൊ ഗംഗയെ ദേവിയായി കണ്ട് വന്ദിക്കുകയാണ്. ഇത്തരം പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കവേ സത്വരം പാരകൂലം, അടുത്ത അപ്പുറത്തെ ആ കരയിലേക്ക് ഗമിച്ചിരിനാർ. അങ്ങനെ അവിടെ എത്തി. തോണിയിൽ നിന്ന് താഴത്തിറങ്ങി ഗുഹൻ താണു തൊഴുതപേക്ഷിച്ചാൻ മനോഗതം. അപ്പോഴും ഗുഹന് ഒരാഗ്രഹമുണ്ട്. കൂടെ വിടകൊള്ളുവതിന് അടിയനും ഒരാടൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം. ശ്രീരാമചന്ദ്രനോട് പ്രാർത്ഥിക്കുകയാണ്, എനിക്കും നിങ്ങളുടെ കൂടെ വരാൻ അനുമതി തരണം, ആടൽ കൂടാതെ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ, അതായത് അതിനൊരു തടസ്സവും പറയാതെ എന്നെ അങ്ങ് കൊണ്ടുപോകണം. ഇവിടെ തങ്ങളുടെ ഇഷ്ടം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജീവൻ കളയും എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇവിടെ ഗുഹനും പറയുകയാണ്, പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലായിൽ ഏണാംഗബിംബ ആനന. ചന്ദ്രന്റെ ആ മുഖം, ചന്ദ്രബിംബം പോലെയുള്ള മുഖമുള്ള സുന്ദരനായിട്ടുള്ള അല്ലയോ ജഗദീപതേ, അല്ലെങ്കിൽ എനിക്ക് അത്രയും ദുഃഖമാണ് എന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ നൈഷാദവാക്യങ്ങൾ കേട്ട് മനസ്സി സന്തോഷേണ, കാരണം ആ സുഹൃത്തിന്റെ ആ ഒരു സ്നേഹം കണ്ടതിലുള്ള സന്തോഷേണ രാഘവൻ ഏവം അരുൾ ചെയ്തു. സത്യം 14 സംവത്സരം വിപിനത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ. 14 സംവത്സരമൊക്കെ വളരെ പെട്ടെന്ന് കടന്നു പോകും. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. ചിത്തവിഷാദമൊഴിഞ്ഞ് വാണിയിടു നീ, ഒട്ടും വിഷമമില്ലാതെ നീ വാഴുക. സത്യവിരോധം വരാ രാമഭാഷിതം. ഇത് രാമന്റെ വാക്കാണ്. ഇതിന് സത്യവിരോധം, ഇതിനൊരു വിപരീതം ഉണ്ടാവുകയില്ല. ഇത്തരം ഓരോ വിധം അരുളി ചെയ്ത് ചിത്തമോദേന ഗാഠാശ്ലേഷവും ചെയ്ത് ഭക്തനെ പോകെന്നയച്ച് രഘൂത്തമൻ തിരിച്ച് തന്റെ രാജധാനിയിലേക്ക് പൊയ്ക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭക്ത്യാ നമസ്കരിച്ചഞ്ജലിയും ചെയ്ത് മന്ദമന്ദം തോണിമേലെ ഗുഹൻ വീണ്ടും മന്ദിരം പൊക്കു ചിന്തിച്ച് മരുവിനാൻ. വീണ്ടും തന്റെ രാജ്യത്തിലേക്ക് തിരിച്ചു വന്ന് അവിടെ ശ്രീരാമചന്ദ്രനെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അങ്ങനെ ഗുഹനും ശ്രീരാമചന്ദ്രൻ തിരിച്ചു വരുന്നതും കാത്ത് ജീവിക്കാൻ തുടങ്ങി. ഓം ശ്രീരാമചന്ദ്രായ